ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ചങ്ങായിമാരെ, നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ ഇഷ്ടമല്ലേ? റമ്മി എന്ന് പറയുന്ന ഗെയിം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റമ്മി കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് റമ്മി സർക്കിൾ. റമ്മി എന്ന് പറയുമ്പോൾ ഇത് നിയമവിരുദ്ധമാണെന്നൊന്നും വിചാരിക്കരുത്. 100% സുരക്ഷിതവുമായ ഗെയിം ആണ് റമ്മി സർക്കിളിലുള്ളത്. വെറുതെ റമ്മി കളിച്ച് നടക്കാനല്ല ഈ ആപ്പ്. റമ്മി കളിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പണവും നേടാൻ സാധിക്കും. റമ്മി സർക്കിൾ തികച്ചും സുരക്ഷിതമായ ഒരു ആപ്പാണ്. 1 കോടിയിലധികം ആക്റ്റീവ് കളിക്കാരെ നിങ്ങൾക്ക് ഈ ആപ്പിൽ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റമ്മി കളിക്കാൻ അറിയാമെങ്കിൽ തീർച്ചയായും വിജയിക്കാനും കളിക്കുന്നതിലൂടെ പണം നേടാനും സാധിക്കും. ഇനിയിപ്പോൾ എങ്ങനെ കളിക്കണമെന്ന് അറിയില്ലെങ്കിൽ കൂടി ഈ ആപ്പ് വഴി നിങ്ങൾക്ക് അതിനുള്ള പരിശീലനം ലഭിക്കുന്നതാണ്. അങ്ങനെ കളിച്ച് പഠിച്ചതിന് ശേഷം പ്ലേയേഴ്സുമായി കളിച്ചിട്ട് വിജയിച്ച് പണം നേടാൻ സാധിക്കും. ഇതൊന്നും കൂടാതെ സുരക്ഷിതമായ ഒരുപാട് പേയ്മെന്റ് മെത്തേഡുകളാണ് റമ്മി സർക്കിളിലുള്ളത്. ഇ-പേ നിക്ഷേപത്തിന്റെ സൗകര്യം റമ്മി സർക്കിൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേടിഎം, ഫോൺ പേ, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പണം നിക്ഷേപിക്കാം. അതുമാത്രമല്ല, നിങ്ങളുടെ ആദ്യ നിക്ഷേപത്തിൽ വെൽക്കം ബോണസായിട്ട് 2000 രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. റമ്മി സർക്കിളിൽ റമ്മി കളിക്കുന്നത് വളരെ നല്ലതാണ്, എളുപ്പവുമാണ്, മാത്രവുമല്ല പണവും നേടാം. അപ്പോൾ ചങ്ങായിമാരെ, സമയം കളയേണ്ട, വേഗം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് 2000 രൂപ ആദ്യ നിക്ഷേപ സമയത്ത് ബോണസായി ലഭിക്കും. അപ്പോൾ നിങ്ങളും റമ്മി കളിച്ച്. This game involves an elements of financial risks and may be addictive. Please play responsibly at your own risk. കഥ ആരംഭിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പഴയ മ്യൂസിക് പ്ലേ ആവുന്നത് നമുക്ക് കേൾക്കാം. ആ പാട്ട് ദാ ഈ വീട്ടിൽ നിന്നുമാണ് കേൾക്കുന്നത്. വീടിനുള്ളിൽ ഒരു കൊച്ചുകുട്ടി ആ പഴയ പാട്ട് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് TV-യിൽ ആസ്വദിച്ച് കാണുകയാണ്. പോരാത്തതിന് അടുത്തടുത്ത ഡയലോഗുകളൊക്കെ കറക്റ്റായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നുമുണ്ട് അവൾ. ഇതാണ് ആ കുട്ടിയെ നോക്കുന്ന ആയ. ആ കുട്ടി TV കാണുന്ന സമയത്ത് അവരുടേതായ എഴുത്ത് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയാവട്ടെ TV കണ്ട് ഒരു സൈഡിൽ കൂടെ ആ ബിസ്ക്കറ്റ് കുപ്പി തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മോള്, വല്ലാണ്ട് വിഷമിപ്പിച്ചോ എന്ന് അമ്മ ആയയോട് ചോദിക്കുന്നു. ഇല്ല, അവൾ സ്മാർട്ടല്ലേ എന്ന് അവർ മറുപടി പറയുന്നു. ശരി, ഇനി അടുത്ത ശനിയാഴ്ച വന്നോളൂ എന്നും പറഞ്ഞ് അന്നത്തെ ശമ്പളവും കൊടുത്ത് അമ്മ ആയയെ പറഞ്ഞയക്കുന്നു. ഇതേ സമയം ആ കുട്ടിയാണെങ്കിലോ TV കണ്ട് ഉറങ്ങിപ്പോയിരുന്നു. സത്യം പറഞ്ഞാൽ ഉറങ്ങിയതൊന്നുമല്ല, അമ്മ വന്നപ്പോൾ രാവിലെ ബിസ്ക്കറ്റ് കഴിക്കരുതെന്നും പറഞ്ഞിട്ടാണ് പോയത്. ഇത് ബിസ്ക്കറ്റ് ഓൾമോസ്റ്റ് എല്ലാം തീർത്തും കഴിഞ്ഞു. അതുകൊണ്ട് വായിലുള്ള ബിസ്ക്കറ്റ് അമ്മ കാണാതിരിക്കാൻ ഉറങ്ങിയ പോലെ കിടക്കുകയാണ് കള്ളി. സത്യം പറ, നീ എത്ര ബിസ്ക്കറ്റ് അകത്താക്കി? ഇല്ലമ്മേ, ഞാൻ ഒന്നേ കഴിച്ചുള്ളൂ എന്നും പറഞ്ഞ് അവൾ സത്യം ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എത്ര ബിസ്ക്കറ്റ് ആ കുപ്പിയിലുണ്ടായിരുന്നു എന്ന് ഞാൻ എണ്ണി വെച്ചിരുന്നു. ഞാൻ നോക്കട്ടെ എത്ര ബാക്കിയുണ്ട് എന്നും പറഞ്ഞ് അമ്മ കുപ്പിയിലുള്ള ബിസ്ക്കറ്റ് എണ്ണാൻ പോകുന്നു. ശേഷം അമ്മ ആ കുപ്പിയിൽ നിന്നും ബാക്കിയുണ്ടായിരുന്ന ബിസ്ക്കറ്റെല്ലാം വേറെ ഒരു കുപ്പിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അമ്മ എന്താ ചെയ്യണേ എന്നും ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കുട്ടി അമ്മയെ നോക്കാൻ പോകുന്നു. ആ കുപ്പിയിലേക്ക് നോക്കിയതും അവൾ പേടിച്ച് വിറച്ചുപോയി. ബിസ്ക്കറ്റ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അമ്മ പുതിയൊരു കുപ്പി വാങ്ങി വന്നില്ലേ, അതിൻ്റെ രൂപം ഒറ്റ നോട്ടത്തിൽ കണ്ട പേടിച്ചു പോവും. ഒരു ഭീകര രൂപത്തിലുള്ള കുപ്പി. കുഞ്ഞാകെ പേടിച്ചിട്ട് അമ്മയോട് പറയും, വേണ്ട, എനിക്ക് ഈ കുപ്പി വേണ്ട. ആണോ, എങ്കിൽ നീ ഇതിലുള്ള ബിസ്ക്കറ്റ് തിന്നണ്ട, ഇത് വലിയവർക്കുള്ളതാണ്. കുഞ്ഞുകുട്ടികൾ തൊട്ടാൽ ഈ കുപ്പിയിലെ ഭൂതം അവരെ കൊന്നുകളയും. പിന്നെ എന്തിനാ ഇത് വാങ്ങിയത്? നീ ഇനി ഓവറായിട്ട് ബിസ്ക്കറ്റ് കഴിക്കാതിരിക്കാൻ തന്നെ വാങ്ങിയതാണ് എന്നും പറഞ്ഞ് അമ്മ അവിടെ നിന്നും പോകുന്നു. ശേഷം ആ കുപ്പിയെ ഫോക്കസ് ചെയ്ത് കാണിച്ചുകൊണ്ട് ആ സീൻ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ ആ കൊച്ചുകുട്ടി സോഫയിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കെ ഒച്ചയുണ്ടാക്കാതെ അമ്മ എന്ത് ചെയ്യുകയാണെന്ന് അറിയാൻ വേണ്ടി നോക്കുന്നു. അവർ ആരോടോ കാര്യമായി പുറത്തു നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ. ഇത് തന്നെ കറക്റ്റ് ടൈം, ഒരു ബിസ്ക്കറ്റ് അകത്താക്കിയേക്കാമെന്നും പറഞ്ഞ് അവൾ അമ്മ കാണാതെ ആ പുതിയ കുപ്പിയുടെ മൂടി തുറന്ന് കൈ ഉള്ളിലേക്കിട്ട് ഒരു ബിസ്ക്കറ്റ് എടുക്കുന്നു. എന്നിട്ട് ആ കുപ്പിയെ കളിയാക്കുന്ന രീതിയിൽ ചിരിച്ചിട്ട് ആ ബിസ്ക്കറ്റിലൊരു കടി, എന്നിട്ട് ഒരൊറ്റ ഓട്ടം. പോയിട്ട് വീണ്ടും അവൾ TV കാണാൻ തുടങ്ങി. രാത്രിയായി. ആ കുട്ടി TV കണ്ട് സോഫയിൽ തന്നെ കിടന്നുറങ്ങിപ്പോകുന്നു. TV ഇപ്പോഴും ഓണായി കിടക്കുകയാണ്. പെട്ടെന്ന് ആ കുട്ടി കണ്ണു തുറന്ന് എഴുന്നേറ്റ് TV-യിൽ നോക്കുന്നു. അതിൽ ഒരു പെണ്ണിന്റെ പിറകിൽ എന്തോ ഒരു രൂപം മറഞ്ഞു നിൽക്കുന്നത് അവൾ കാണുന്നു. ഉടനെ തന്നെ അവൾ അത് പോസ് ചെയ്ത് നോക്കുമ്പോൾ അവളുടെ വീട്ടിൽ ആ ബിസ്ക്കറ്റ് ഇട്ട് വെക്കാൻ വെച്ചിരുന്ന കുപ്പിയില്ലേ, ആ കുപ്പിയോടുള്ള അതേ രൂപം. അവൾ ഉടനെ പേടിച്ച് അമ്മേ അമ്മേ എന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവൾ അവരുടെ ബെഡ്റൂമിലേക്ക് പോയി നോക്കുമ്പോഴും അവിടെയും ആരെയും കണ്ടില്ല. മറ്റൊരു റൂമിൽ ഒരു ബെഡിൽ ഒരു ചുവന്ന തുണി പുതച്ച് ഒരു രൂപം ഇരിക്കുന്നത് അവൾ കാണുന്നു. അത് അവളുടെ അമ്മയാണെന്ന് കരുതി അവൾ ആ തുണി മാറ്റുന്നു. ആ തുണിക്കുള്ളിൽ ഒന്നുമില്ല എന്ന് കണ്ട അവൾ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ആ സമയത്ത് ആ ഭീകര രൂപം പിറകിൽ കൂടി ഓടി വന്ന് അവളെ പിടിക്കുന്നു. ആ സീൻ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കാണുന്നത് അവളുടെ അമ്മ അവളെ ഉറക്കത്തിൽ നിന്നും ഉണർത്താൻ ശ്രമിക്കുന്നതാണ്. കാരണം അവൾ ഉറക്കത്തിൽ നിലവിളിക്കുകയായിരുന്നു.
കുട്ടി എഴുന്നേറ്റ ഉടനെ തന്നെ അമ്മയെ കെട്ടിപ്പിടിച്ച് ആ ബിസ്ക്കറ്റ് കുപ്പിയിലേക്ക് നോക്കുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ ആ കുഞ്ഞിനെ അമ്മ അവളുടെ ബെഡിൽ കൊണ്ട് കിടത്തിയിട്ട് എന്തെങ്കിലും പേടി തോന്നുന്നുണ്ടെങ്കിൽ വിളിച്ചോ കേട്ടോ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. കുറെ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടൊന്നും അവൾക്ക് ഉറക്കം വന്നില്ല. ഒരു ഫ്ലാഷ് ലൈറ്റ് അടിച്ചുകൊണ്ട് ആ റൂം മുഴുവൻ അവൾ ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്തോ പ്ലാൻ ചെയ്തതുപോലെ കബോർഡിൽ നിന്നും ഒരു തുണിയെടുത്ത് താഴെ ഹാളിലേക്ക് പോകുന്നു. ആ തുണി ഉപയോഗിച്ച് അവൾ ആ ബിസ്ക്കറ്റ് കുപ്പി പൊതിഞ്ഞെടുത്ത് എങ്ങോട്ടേക്കോ പോകുന്നു. ഇരുട്ടത്ത് ആ കുപ്പിയും കൊണ്ട് അവൾ നടക്കുകയാണ്. എന്നിട്ട് അതിനൊരു സ്ഥലത്ത് കൊണ്ടുവച്ച് അറഞ്ചം പുറഞ്ചം അടിച്ച് പൊട്ടിക്കുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ആ കൊച്ചു പെൺകുട്ടി ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നതാണ്. പിറ്റേന്ന് രാവിലെ നല്ല ഫ്രഷായിട്ട് ഉറങ്ങി എഴുന്നേറ്റു അവൾ. എഴുന്നേറ്റ ഉടനെ തന്നെ അവൾ ഹാളിലേക്ക് പോകുന്നു. അവിടെ നോക്കിയപ്പോൾ ആ കുപ്പിയില്ല. അവൾക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത് എന്നുള്ള രീതിയിൽ അവൾ നെടുവീർപ്പിടുന്നു. ആ സമയത്ത് അവളുടെ അമ്മ അങ്ങോട്ടേക്ക് വന്ന് അവളോട് ചോദിക്കും, മോളെ എവിടെ ഇരുന്ന ആ ബിസ്ക്കറ്റ് കുപ്പി എവിടെ? എനിക്കറിയാൻ പാടില്ല എന്ന് ഒരു കള്ള ചിരിയോടുകൂടി അവൾ മറുപടി പറയുന്നു. അപ്പോൾ നീ ആ കുപ്പി തൊട്ടതേ ഇല്ല അല്ലേ? കള്ളം പറയാതെ സത്യം പറഞ്ഞോ എന്ന് അമ്മ അവളോട് വീണ്ടും ചോദിക്കുന്നു. അവളാവട്ടെ ഒന്നും അറിയാത്തതുപോലെ മിണ്ടാതെ നിഷ്കളങ്കയായി നിൽക്കുന്നു. ശരി, അപ്പോൾ നീ ഇനി ബിസ്ക്കറ്റ് കഴിക്കില്ലല്ലോ എന്ന് അമ്മ ചോദിക്കുന്നു. ഇല്ല അമ്മേ, ഞാൻ കഴിക്കേയില്ല എന്ന് അവൾ മറുപടി പറയുന്നു. അങ്ങനെ ആ സംഭവങ്ങൾക്ക് ശേഷം 2 ആഴ്ച കഴിഞ്ഞു. കുഞ്ഞിനെ നോക്കാൻ വരുന്ന ആയയില്ലേ, പുള്ളിക്കാരി ഇങ്ങനെ പേടിച്ച് വരച്ചിരിക്കുകയാണ്. ആ കുട്ടിയാവട്ടെ മറ്റൊരു റൂമിലിരുന്ന് കളിക്കുകയാണ്. അപ്പോഴേക്കും അവളുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നു. ആ ആയാവട്ടെ ചാടി എഴുന്നേറ്റ് നേരെ വണ്ണം ഒന്നും സംസാരിക്കാൻ പോലും നിൽക്കാതെ അന്നത്തെ സാലറിയും വാങ്ങി അവിടെ നിന്നും പോകുന്നു. ആ കുട്ടിയാവട്ടെ ഭയങ്കര കാര്യത്തിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം അവളുടെ അമ്മ വന്ന് അവളോട് ചോദിക്കും, മോളെ വാ, ഉറങ്ങണ്ടേ? പിന്നീട് കാണിക്കുന്നത് അവളുടെ എല്ലാ പാവകളിലും അവൾ ആ ഭീകരരൂപം വരച്ചു വച്ചിരിക്കുന്നതായിട്ടാണ്. ഏത് ഭീകരരൂപം എന്നറിയാലോ? ആ കുപ്പിയുടെ രൂപം. അവളുടെ അമ്മയുടെ ഫോട്ടോയിൽ പോലും അവൾ അത് വരച്ചു വച്ചിരിക്കുന്നു. ശേഷം അവളെ ബെഡിൽ കൊണ്ട് കിടത്തിയിട്ട്, മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അമ്മ ചോദിക്കുന്നു. കുഴപ്പമൊന്നുമില്ല അമ്മേ. അതിനുശേഷം അമ്മ ഡോറടച്ച് അവിടെ നിന്നും പോകുന്നു. ലൈറ്റ് ഓഫ് ആയതും അവൾ ഉടനെ തന്നെ പുതപ്പെടുത്ത് മൂടി ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് ആരോടോ ഗുഡ് നൈറ്റ് പറയുന്നു. ആരോടാണെന്ന് നോക്കുമ്പോൾ ആ ബിസ്ക്കറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന കുപ്പിയിലെ ഭീകരരൂപം. ആ സീനോടുകൂടി ഷോർട്ട് ഫിലിം അവസാനിക്കുന്നു. ഈ സിനിമയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ